മെസ്സിയെ കൊണ്ടുവരുമെന്നുള്ള നടന്ന തട്ടിപ്പ് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കൊള്ളയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ റിപ്പോർട്ടർ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. 124 കോടി രൂപ ഇവിടെ നിന്ന് അയച്ച പൈസ തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ ആർക്കയച്ചു, എവിടെ തിരിച്ചു വന്നു? ആ തിരിച്ചു വന്നതിനെ സംബന്ധിച്ച് നമ്മൾ അറിയണം. ഇതൊക്കെ കുഴൽപ്പണമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെയും പിണറായി വിജയൻ്റെയും സ്വന്തക്കാർ ഇതിൻ്റെ വിഹിതം പറ്റിയിട്ടുണ്ട്. അവർക്ക് ഇതിൻ്റെ സാമ്പത്തിക ലാഭത്തെ സംബന്ധിച്ച് പ്ലാൻ ഉണ്ടായിരുന്നു. ഈ കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയ ഇടനിലക്കാരൻ ദുരൂഹമായ നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണ്, വഞ്ചനാക്കുറ്റത്തിന് പ്രതിയാണ്, കൊള്ള നടത്തിയതിന് പ്രതിയാണ്. 19ഓളം ക്രിമിനൽ കേസുകൾ അയാൾക്കെതിരെ ഉണ്ട് എന്നാണ് പോലീസ് തന്നെ മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന രേഖയിൽ വ്യക്തമാകുന്നത്. ഡീല് ചെയ്ത് രാഹുൽ ഗാന്ധിക്ക് ഇടപെട്ട് നമ്മളിപ്പോൾ ആകെ ഇന്ത്യ മുന്നണിയല്ലേ എന്നൊക്കെ ഇടപെട്ടിട്ട് ഇത് ഡീൽ ചെയ്ത് അവസാനിപ്പിക്കാനുള്ള നീക്കം നടക്കും. അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് വി ഡി സതീശൻ്റെ ഉദ്ദേശമെങ്കിൽ ഇത് സംസ്ഥാനത്തിട്ട് കറക്കാനേ അദ്ദേഹം ശ്രമിക്കൂ. നമസ്കാരം. ലോക ഫുട്ബോൾ ഇതിഹാസം മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുള്ള കേസ് അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്തേക്ക് എത്തുമോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നതിന് മുൻപേ ഈ കേസ് അന്വേഷണം പൂർണ്ണമായും ഇന്ത്യ സഖ്യം തുടച്ച് നീക്കുമോ എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. സുരേഷ്. കേരളത്തിൽ മെസ്സിയെ കൊണ്ടുവരുമെന്നുള്ള നടന്ന തട്ടിപ്പ് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കൊള്ളയാണ്. ദൗർഭാഗ്യവശാൽ ഒരു മാധ്യമത്തിൻ്റെ പേരിൽ ആ കൊള്ള അറിയപ്പെടുന്നു എന്നുള്ളത് വളരെ വിഷമകരമാണ്. യഥാർത്ഥത്തിൽ ഇവിടെ റിപ്പോർട്ടർ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് CBIയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. കാരണം ഈ കേസിൽ അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ട്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് കരാറുണ്ടാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ എംബസിയുമായിട്ട് ഇതിൽ ബന്ധം വന്നിരിക്കുന്നു. ഇന്ത്യൻ എംബസിയെ ഉപയോഗിച്ചിരിക്കുന്നു. മാത്രമല്ല ഇതിൻ്റെ ഈ കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയ ഇടനിലക്കാരൻ ദുരൂഹമായ നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണ്, വഞ്ചനാക്കുറ്റത്തിന് പ്രതിയാണ്, കൊള്ള നടത്തിയതിന് പ്രതിയാണ്. 19ഓളം ക്രിമിനൽ കേസുകൾ അയാൾക്കെതിരെ ഉണ്ട് എന്നാണ് പോലീസ് തന്നെ മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന രേഖയിൽ വ്യക്തമാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തിലുള്ള ഒരു കുറ്റമായിട്ട് കണ്ട്, അന്താരാഷ്ട്ര ബന്ധമുള്ള കുറ്റമായിട്ട് കണ്ട് വി.ഡി. സതീശൻ സർക്കാർ എത്രയും പെട്ടെന്ന് CBIയെ, കേന്ദ്ര ഏജൻസികളെ ഇതിൻ്റെ അന്വേഷണ ചുമതല ഏൽപ്പിക്കാനുള്ള തീരുമാനമെടുക്കണം എന്ന് BJP ആവശ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും ഇവിടുന്ന് കൊടുത്ത 120 കോടി രൂപ അത് അയച്ചു, തിരിച്ചു വന്നു എന്ന് പറയുന്നു. എവിടേക്കാണ് വന്നത്? കാരണം ഇത് നമുക്ക് ലാഘവത്തോടു കൂടി എടുക്കാൻ സാധിക്കുന്നതല്ല. കാരണം 120 കോടി രൂപ, 124 കോടി രൂപ ഇവിടെ നിന്ന് അയച്ച പൈസ തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ ആർക്കയച്ചു, എവിടെ തിരിച്ചു വന്നു? ആ തിരിച്ചു വന്നതിനെ സംബന്ധിച്ച് നമ്മൾ അറിയണം. ഇതൊക്കെ കുഴൽപ്പണമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഇതൊന്നും സംസ്ഥാന സർക്കാരിൻ്റെ പെർവ്യൂവിൽ വരുന്ന വിഷയങ്ങളല്ല. സംസ്ഥാന അന്വേഷണ ഏജൻസികൾക്ക് ഇതിൻ്റെ ഒരു നാച്ചുറൽ എൻഡ് വരെയുള്ള അന്വേഷണം നടത്താൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് BJP പറയുന്നത് ഇത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കാൻ ഏൽപ്പിക്കണം. ഞങ്ങൾക്ക് സംശയമുണ്ട്, വി.ഡി. സതീശൻ ശബരിമല കേസ് ഈ പിണറായി വിജയനുമായിട്ട് ഡീൽ ചെയ്തതുപോലെ ഇതും ഡീല് ചെയ്ത് രാഹുൽ ഗാന്ധിക്ക് ഇടപെട്ട് നമ്മളിപ്പോൾ ആകെ ഇന്ത്യ മുന്നണിയല്ലേ എന്നൊക്കെ ഇടപെട്ടിട്ട് ഇത് ഡീൽ ചെയ്ത് അവസാനിപ്പിക്കാനുള്ള നീക്കം നടക്കും. അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് വി.ഡി. സതീശൻ്റെ ഉദ്ദേശമെങ്കിൽ ഇത് സംസ്ഥാനത്തിട്ട് കറക്കാനേ അദ്ദേഹം ശ്രമിക്കുകയുള്ളൂ. പക്ഷെ ഞങ്ങൾ പറയുന്നു CBI അന്വേഷിക്കണം. അതുകൊണ്ട് CBIക്ക് വിടണം. ഇതിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ബന്ധമുണ്ട്, പിണറായി വിജയൻ്റെ ബന്ധമുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് ബന്ധമുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെയും പിണറായി വിജയൻ്റെയും സ്വന്തക്കാർ ഇതിൻ്റെ വിഹിതം പറ്റിയിട്ടുണ്ട്. അവർക്ക് ഇതിൻ്റെ സാമ്പത്തിക ലാഭത്തെ സംബന്ധിച്ച് പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കേവലം റിപ്പോർട്ടറിലെ ഒരാൾ മാത്രം, റിപ്പോർട്ടറിൻ്റെ മുതലാളി മാത്രം
നടത്തിയിട്ടുള്ളൊരു കൊള്ളയല്ല, ഇത് മാർക്സിസ്റ്റ് പാർട്ടിയും കൂടെ ചേർന്നുള്ള ഒരു കൊള്ളയാണ്. അതുകൊണ്ടാണല്ലോ US ഡോളർ, 40 ലക്ഷം US ഡോളർ പിഴ അടയ്ക്കേണ്ടി വന്നപ്പോൾ ഇവിടുത്തെ നമ്മുടെ മുഹമ്മദ് ഹനീഷിനെ കൊണ്ട്, അന്നത്തെ സ്പോർട്സ് സെക്രട്ടറിയെ കൊണ്ട് അർജൻറ്റീന എംബസിക്ക് കത്തെഴുതിയത്. ഇന്ത്യൻ എംബസി, അർജൻറ്റീനയിലെ ഇന്ത്യൻ എംബസിക്ക് കത്തെഴുതിയിട്ട് പറഞ്ഞേക്കുന്നത് കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, കേരളം ആകെ ദുരിതത്തിലാണ്, അതുകൊണ്ട് 40 ലക്ഷത്തിൻ്റെ പിഴ കൊടുക്കാനുള്ള കാര്യത്തിൽ ഇടപെടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ കേരളമായിട്ട് ബന്ധം? ഒരു ദുരൂഹമായ സാമ്പത്തിക ഇടപാട് നടത്തിയ സംസ്ഥാന സർക്കാർ അറിയാതെ അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് കരാറുണ്ടാക്കി. അതിനുശേഷം അതിൻ്റെ ഉപകരാറും തിരുത്തലും ഒക്കെ സംസ്ഥാന സർക്കാരിന് വേണ്ടി സംസ്ഥാന സർക്കാർ അറിയാതെ തിരുത്തൽ വരുത്തി. ഇതൊക്കെ ചെയ്യുന്നത് സാങ്കേതികമായി സംസ്ഥാന സർക്കാർ അറിഞ്ഞിട്ടില്ല. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഫയലും ഓപ്പൺ അല്ല, ഒരു എഴുത്തുകൂത്തും നടന്നിട്ടില്ല. എന്നാൽ ഇത് മുഖ്യമന്ത്രി അറിയുന്നുണ്ട്, സ്പോർട്സ് വകുപ്പ് മന്ത്രി അറിയുന്നുണ്ട്, അവരുടെ സ്വന്തക്കാരെല്ലാം അറിയുന്നുണ്ട്. അപ്പോൾ ഇതെന്ത് വെള്ളരിക്കപ്പെട്ടിട്ടുണ്ടോ? ഈ മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട് അന്നത്തെ കായിക മന്ത്രിയുടെ ഓഫീസിൽ നിന്നും അയക്കേണ്ട ഒരു മെയിൽ സ്വകാര്യ വ്യക്തിയാണ്, ഒരു പ്രൊഫസർ, ഒരു ലേഡിയായുള്ള ഒരു മലപ്പുറത്തെ ഒരു വ്യക്തിയാണ് അയച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിലടക്കം വലിയ ദുരൂഹതയില്ലേ എന്നുള്ളതാണ്. അല്ല, കരാർ അബ്ദുൾ റഹ്മാൻ്റെ അഡ്രസ്സിലല്ലേ? അതിനുവേണ്ടി വെച്ചേക്കുന്ന മെയില് അബ്ദുൾ റഹ്മാൻ്റെ മെയിലല്ലേ? അന്നത്തെ സ്പോർട്സ് വകുപ്പ് മന്ത്രിയുടെ മെയിലല്ലേ? അപ്പോൾ സംസ്ഥാന സർക്കാർ അറിയാതെ ഉണ്ടാക്കിയ എഗ്രിമെൻറ്റിൽ എങ്ങനെയാ സംസ്ഥാന സ്പോർട്സ് വകുപ്പ് മന്ത്രിയുടെ അഡ്രസ്സും അദ്ദേഹത്തിൻ്റെ മെയിൽ ഐ ഡിയും വരുന്നത്? അപ്പോൾ ഇത് തട്ടിപ്പാണെന്ന്. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ പേര് ദുരുപയോഗം ചെയ്യുക, സംസ്ഥാന സർക്കാരിനെ ഒഫീഷ്യലി ഒരു മൂലക്കിരുത്തുക, എന്നിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ പേരിൽ കൊള്ളകൾ നടത്താൻ വേണ്ടിയുള്ള ഒരു ഗൂഢാലോചന. അത് മാർക്സിസ്റ്റ് പാർട്ടിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും സ്പോർട്സ് വകുപ്പ് മന്ത്രിയും ഒക്കെയായിട്ട് ഈ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഓരോ പഴുതുകളിലൂടെയും വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ട് ബിജെപിയുടെ MLA-മാരോ എന്തെങ്കിലും പരാതിയോ അത്തരത്തിൽ ആ ഒരു നടപടികളിലേക്ക് നീങ്ങുന്നുണ്ട്? അല്ല, ഞങ്ങൾ ഇന്ന് ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെടുന്നു, CBI അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. ആ ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ചെയ്യാവുന്ന എല്ലാ കാര്യവും ചെയ്യും. ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. ഈ CBI അന്വേഷണം നടത്തി ഇതിലെ പ്രതികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും ഈ കേരളത്തിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ ആൾക്കാരിൽ നിന്ന് ആ പണം കണ്ടുകെട്ടുകയും ഇവിടെ നിന്ന് അയച്ച പണം എങ്ങോട്ട് വന്നു എന്ന് എവിടെ വന്നു എന്ന് കണ്ടെത്തുകയും ചെയ്യുന്നതുവരെ ഇവിടെ നിയമ സംവിധാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനതയ്ക്ക് സമാധാനത്തോടുകൂടി ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ പോകും. എന്തായാലും ഈയൊരു കേസിൽ ഉടൻ തന്നെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അനിവാര്യമാണ് എന്നാണ് BJPയുടെ സംസ്ഥാന നേതൃത്വം നമ്മളോട് വ്യക്തമാക്കുന്നത്. അതുകൂടാതെ വരും ദിവസങ്ങളിൽ ED അടക്കമുള്ള, അതുകൂടാതെ CBI അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ മെസ്സി വിവാദത്തിൽ ഇടപെടും, അല്ലെങ്കിൽ ആ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുമെന്നാണ് അഡ്വക്കേറ്റ് S. സുരേഷ് നമ്മളോട് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.